ഹലോ. അപ്പോൾ ദാ വീണ്ടും ഒരു കേക്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇത് 1 kg വന്നിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ കേക്കായിരുന്നു. 8 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രഷ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഫ്രഷ് പൈനാപ്പിൾ തന്നെ വെച്ചിട്ടാക്കിയിട്ടുണ്ടായിരുന്ന സോസും പിന്നെ അതുപോലെ തന്നെ ഈ ഐറ്റം ഒക്കെ ആയിരുന്നു. ഇതിനൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ തനിയെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. എന്താ കോമ്പൗണ്ട് എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രഷ് പൈനാപ്പിൾ കിട്ടാൻ കുറേ പാടുപെട്ടു. ഈ ടൈമിൽ സീസൺ ആയിരുന്നു, പക്ഷേ നമ്മുടെ അടുത്തെങ്ങും ഷോപ്പിൽ പൈനാപ്പിൾ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 10 കിലോമീറ്ററോളം ഞാൻ പോയിട്ടാണ് എനിക്ക് ഈ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ വന്ന് ഒരു ഓർഡറായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഓർഡർ വന്നത്. വൈകിട്ട് 5:30 കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പഞ്ചെല്ലാം ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പൈനാപ്പിൾ വാങ്ങാനായിട്ട് പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പണി കിട്ടിയെന്ന് വേണം പറയാൻ. അടുത്തെങ്ങുള്ള ഷോപ്പിലില്ലായിരുന്നു. ഒത്തിരി പച്ചക്കറി പീടികയിലും അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലൊക്കെ നമ്മൾ കയറി നോക്കി, പക്ഷേ എവിടെയും തന്നെ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടി. നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പൈനാപ്പിൾ മേടിച്ചത്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് നമ്മൾ പാലും പിന്നെ അതുപോലെ പൈനാപ്പിളിൻ്റെ സോസും തന്നെ വെച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പായിരുന്നു. മൊത്തത്തിലൊരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.